രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ വയനാട്ടിൽ 5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. വെള്ളപ്പൊക്ക കാലത്തും കോവിഡ് സമയത്തും വന്യജീവി ആക്രമണ ഭീതി ഉയർന്ന ഘട്ടത്തിലുമെല്ലാം ആദ്യം ഓടിയെത്തിയത് രാഹുൽ ഗാന്ധിയാണ്. ആരെല്ലാം വിമർശിച്ചാലും ഭൂരിപക്ഷം 5 ലക്ഷം കടക്കുമെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റി ജനറൽ കൺവീനർ AP അനിൽകുമാർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ വയനാട് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ്. രാഹുൽ ഗാന്ധി അടുത്ത മാസം 3-ാം തീയതി എത്തുകയുള്ളൂവെങ്കിലും അതിനു മുൻപ് തന്നെ UDFന്റെ പ്രചരണം ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. നമ്മോടൊപ്പം ചേരുന്നത് AP അനിൽകുമാറാണ്. അദ്ദേഹം ഈ ഒരു പ്രചരണത്തിന്റെ ജനറൽ കൺവീനറാണ് അല്ലേ, കമ്മിറ്റിയുടെ. എങ്ങനെയാണ് രാഹുൽ ഗാന്ധി എത്തുന്നതിന് മുൻപുള്ള പ്രചരണത്തിന്റെ ഇപ്പോഴത്തെ ഒരു നില? നമ്മളെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ ശ്രീ അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ. തെരഞ്ഞെടുപ്പ് സമിതി രൂപീകരണം കഴിഞ്ഞ് നിയോജകമണ്ഡലം തല കൺവെൻഷൻ കഴിഞ്ഞ് പഞ്ചായത്ത് തല കൺവെൻഷനുകൾ പൂർത്തീകരിച്ച് അതുപോലെ ബൂത്ത് തലങ്ങളിലെ കൺവെൻഷൻ പൂർത്തീകരിച്ച് ഒന്നാം ഘട്ട രാഹുൽ ഗാന്ധിയുടെ അഭ്യർത്ഥന ഓരോ വീടുകളിലും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തോടുകൂടി ഏതാണ്ട് അത് പൂർണ്ണമായും ഒന്നാം ഘട്ട സ്ക്വാഡ് വർക്ക് പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ തവണത്തേക്കാൾ മത്സരത്തിന് മറ്റു മുന്നണികളൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അനുരാജിയാകട്ടെ, കെ സുരേന്ദ്രനാവട്ടെ, നല്ലൊരു ഫൈറ്റിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് വിലയിരുത്തുന്നത്. പൊതുവെ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് വല്ലപ്പോഴും മാത്രം വരുന്ന ഒരാളെന്ന വിമർശനമാണ് വ്യാപകമായിട്ട് അവർ ഉന്നയിക്കുന്നത്. അതുപോലെ വലിയ വികസനങ്ങളൊന്നും കഴിഞ്ഞ 5 വർഷം പേരെടുത്ത് പറയാവുന്ന വികസനം ഉണ്ടായിട്ടില്ല എന്ന വിമർശനങ്ങളാണ് ഇടതുമുന്നണിയും BJP ഉന്നയിക്കുന്നത്. എന്താണ് ഇതിനുള്ള മറുപടി? ഞാൻ ഒറ്റവാക്കിൽ അതിനുത്തരം പറയാം. രാഹുൽ ഗാന്ധി വല്ലപ്പോഴും വരുന്ന MP ആണ് എന്നുള്ളതിനെക്കുറിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഏറ്റവും ഒടുവിലായി ആനയുടെ ആക്രമണത്തിൽ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്തേക്കാൾ ദൂരം കുറവ് ഡൽഹിയിൽ നിന്നാണ് എന്ന് തെളിയിച്ച നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. അതിക്കാര്യത്തിൽ മാത്രമല്ല, ഫ്ലഡ് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം ഓടിയെത്തിയത് തിരുവനന്തപുരത്തുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അല്ല, ശ്രീ രാഹുൽ ഗാന്ധിയാണ്. കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും സജീവമായ ഇടപെടലുകൾ നടത്തിയത് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ എത്തുന്നതിനേക്കാൾ എത്രയോ മുമ്പ്, നമ്മുടെ മുഖ്യമന്ത്രി അവിടെ എത്തുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ MP രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്ന് ഏറ്റവും സജീവമായിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം അദ്ദേഹം ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹം നടത്തുന്ന 2 യാത്രകൾ, 4000 കിലോമീറ്റർ നടത്തിയ യാത്രയെക്കുറിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. രണ്ടാമത് നടത്തിയ ഭാരത് ജോഡോ ന്യായ യാത്രയും ജനങ്ങൾക്കറിയാം. അദ്ദേഹം ഓരോ തലത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ഫാസിസത്തിനെതിരെ പോരാട്ടത്തിന് വയനാട്ടിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ദേശീയ നേതാവിന്റെ പരിമിതികളെക്കുറിച്ച് അറിയാം. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ വയനാട്ടിൽ വരുവാനും വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് രാജ്യത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിന്നുകൊണ്ട് പരിഹരിക്കാനൊക്കെ അദ്ദേഹം താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെ ഏറ്റവും ലളിതമായി ചോദിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോയതിനേക്കാളൊക്കെ എത്രയോ തവണ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ അമിത്ഷായെ പോലെ ഒരു നേതാവ് പോയതിനേക്കാൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അത്തരം ആരോപണങ്ങളൊക്കെ ഒരു രാഷ്ട്രീയമായ ഒരു സാഹചര്യത്തിൽ പറയാമെന്നുള്ളൂ. വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നെ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു നേതാവിന് കൊടുക്കേണ്ട പിന്തുണയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ജനങ്ങളാണ് വയനാട്ടിലെ ജനങ്ങൾ. ഈ വികസന കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി പറയുന്നത്? ഞാൻ പറഞ്ഞ പാർലമെന്റ് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസന കാര്യങ്ങളിൽ പല പരിമിതികളുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും, കഴിഞ്ഞ 5 വർഷക്കാലം വികസന കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രവർത്തനങ്ങൾ മറ്റേത് MP-മാരേക്കാൾ ഒരു പടി മുന്നിലാണ്. വികസനം, അതുപോലെ തന്നെ വെൽഫെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. വ്യക്തിപരമായിട്ട് അദ്ദേഹം കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സംസ്ഥാനത്തിന്റെ നമ്മുടെ പുറത്തു നിന്നുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് സഹായം എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യരുടെ നാടിന്റെ വികസനവും ജനങ്ങളുടെ പ്രശ്നവും എവിടെയെങ്കിലും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ആരുടെയും കാര്യം ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വികസന രംഗത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും ഉദാഹരണം CRF ഫണ്ട്, സെൻട്രൽ റോഡ് ഫണ്ടുണ്ട്. ഞാൻ പറയട്ടെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ സെൻട്രൽ റോഡ് ഫണ്ട് കൊണ്ടുവന്നത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലാവും. ഞാൻ ഏതായാലും രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന കാര്യങ്ങൾ അങ്ങനെ ഒരു വികസനത്തിന്റെ ഒരു കാര്യത്തിൽ മാത്രം ഒതുക്കി നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒന്ന് സൂചിപ്പിച്ചു മാത്രം. ഇനി അതുപോലെ തന്നെ PMGSY ഫണ്ട് എടുത്തു നോക്കും, അത് ഇവിടെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ അത്തരം വികസന പ്രവർത്തനങ്ങൾ
ഓടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം രാജ്യത്ത് എത്രമാത്രം അനിവാര്യനാണ് ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ എന്നുള്ളത് വയനാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. അദ്ദേഹം 3-ാം തീയതിയാണ് വരിക എന്ന് പറയുള്ളൂ. എങ്ങനെയാണ്, എത്ര ദിവസം ഇവിടെ ഉണ്ടായിരിക്കും, എല്ലാ മണ്ഡലങ്ങളിലും പര്യടനം ഉണ്ടാകുമോ, എങ്ങനെയാണ് അതിന്റെ ഒരു പൂർണ്ണ രൂപമായിട്ടില്ല, എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ശ്രീ ICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അദ്ദേഹം ആലപ്പുഴ മത്സരിക്കുകയാണെങ്കിലും വയനാടിന്റെ കാര്യങ്ങളിൽ പൂർണ്ണമായും ഇതിനകം തന്നെ അദ്ദേഹം 2 തവണ മണ്ഡലത്തിൽ വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്ത് കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫൈനൽ എന്നേക്കാകും എന്ന് പറയാറായിട്ടില്ല. എന്തായാലും മുഴുവൻ നിയോജകമണ്ഡലങ്ങളിലും പരമാവധി സ്ഥലങ്ങളിൽ അദ്ദേഹം വോട്ടർമാരെ നേരിൽ കാണും. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു നേതാവിന് ഇന്ത്യയിൽ 543 പാർലമെന്റ് നിയോജകമണ്ഡലങ്ങളിലും പര്യടനം നടത്തേണ്ട നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പരിമിതി ഉണ്ട് എന്നുള്ളതൊക്കെ വയനാട്ടിലെ ജനങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ അഭാവം പ്രചരണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം രാഹുൽ ഗാന്ധി എന്നുള്ള സ്ഥാനാർത്ഥി വന്നതോടുകൂടി തന്നെ അത് ജനങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർ സ്വയം ഏറ്റെടുത്തതുപോലെയാണ്. അതിനകത്ത് യാതൊരു പ്രയാസവുമില്ല. കാരണം അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ലഭിച്ചു. അതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഇത്തവണ കൊടുക്കണമെന്ന് വയനാട്ടിലെ ജനങ്ങൾ ഇതിനകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷവും BJPയും അവരുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ആനി രാജ, ദേശീയ നേതാവാണ്. എങ്ങനെ കാണുന്നു എതിർ സ്ഥാനാർത്ഥികളെ? ഞാൻ തെരഞ്ഞെടുപ്പല്ലേ, എതിർ സ്ഥാനാർത്ഥികളൊന്നും ആരും കുറച്ച് കാണുന്നില്ല. പക്ഷെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ പിന്നെ അവർക്ക് ഞങ്ങൾ തോൽക്കാനാണ് മത്സരിക്കുന്നത് പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അപ്പം അവരത് പറയും, അവരത് പറയട്ടെ. പക്ഷെ വോട്ടെണ്ണുമ്പോൾ കഴിഞ്ഞ തവണയും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അത് 1 ലക്ഷം 2 ലക്ഷമൊക്കെ പ്രവചിച്ചവരുണ്ട്. വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴാണ് അത് 4,31,000 മാറിയത്. ഇത്തവണയും മത്സരം സൃഷ്ടിക്കുന്നവരോട് പറയട്ടെ, തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണുമ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ അവർ രാഹുൽ ഗാന്ധിക്ക് നൽകിയ സ്ഥാനം എത്രമാത്രം വലുതാണ് എന്ന് ബോധ്യപ്പെടുന്ന വലിയ ഭൂരിപക്ഷമായിരിക്കും രാഹുൽ ഗാന്ധി. എന്താ തർക്കമുള്ളത്? 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് 5 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന വലിയ ലക്ഷ്യമാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ AP അനിൽകുമാർ പങ്കുവയ്ക്കുന്നത്. മറ്റ് സ്ഥാനാർത്ഥികളുടെ കുറിച്ചൊന്നും പറയുന്നില്ല, രാഷ്ട്രീയമാണ്. വയനാട്ടിലെ രാഷ്ട്രീയ ചൂട്, തെരഞ്ഞെടുപ്പ് ചൂട് കൂടി വരികയാണ്. അഖിലോട് പറഞ്ഞൊപ്പം CV അനുമോദ്, News 18.